Hi dear students, നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അക്കൗണ്ടന്റ് ടേംസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെയിൽസിനെ കുറിച്ചിട്ടാണ്. സെയിൽസ് എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമർ. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻകം, നമ്മുടെ ഇൻകം. നമ്മൾ എങ്ങനെ ഇൻകം ഏൺ ചെയ്യുന്നു? ഒന്നെങ്കിൽ ഗുഡ്സ് വിറ്റുകൊണ്ട്, അല്ലെങ്കിൽ ഗുഡ്സ് സോൾഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഏൺ ചെയ്യുന്ന ടോട്ടൽ റവന്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെയിൽസ്. അപ്പോൾ സെയിൽസ് ആർ ദ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമർ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, എനിക്കൊരു ഗ്രോസറി ഷോപ്പുണ്ട്, പലവ്യഞ്ജന കട ഉണ്ട്. ഇവിടെ ഞാൻ റൈസ് വിൽക്കുകയാണ്, ഷുഗർ വിൽക്കുകയാണ്. അങ്ങനെ റൈസ് വിൽക്കുമ്പോഴും ഷുഗർ വിൽക്കുമ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ വിൽക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സെയിൽസ്. അവിടെ എനിക്ക് പൈസ കിട്ടും, എൻ്റെ റവന്യൂ ആണ്, അത് സെയിൽസ് ആണ് എൻ്റെ. ഇനിയിപ്പോൾ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി എനിക്കുണ്ട്, സ്വന്തമായിട്ടൊരു ബസ്സുണ്ട്. ഈ ബസ്സിൽ ഞാനൊരു കസ്റ്റമറിനെ ആറ്റിങ്ങിൽ നിന്ന് എടുത്ത് ഞാൻ കോരാണിയിലാക്കുന്നു. അയാൾ കുറച്ച് പൈസ എനിക്ക് തന്നു. ഈ എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ എന്താണ്? സെയിൽസ് ആണ്. അവിടെ ഞാൻ പ്രോഡക്റ്റ് അല്ല വിറ്റത്. ഞാൻ ബസ്സിൽ കയറുമ്പോൾ എന്ത് പ്രോഡക്റ്റാണ് വാങ്ങിക്കുന്നത്? പ്രോഡക്റ്റ് അല്ല വിറ്റത്, എനിക്കൊരു സർവീസാണ് കിട്ടിയത്. അപ്പോൾ ആറ്റിങ്ങിൽ ഞാൻ കയറി കോരാണി ഇറങ്ങിയപ്പോൾ എനിക്ക് എന്ത് സർവീസ് കിട്ടി? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സർവീസ് എനിക്ക് കിട്ടി. അതിന് എന്താണ് പ്രതിഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ടിക്കറ്റ് ചാർജ് കൊടുത്തു. അത് ആ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്ക് എന്താണ്? ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു സെയിൽസ് ആണ്. അപ്പോൾ എന്താ സെയിൽസ് എന്ന് പറഞ്ഞാൽ? സെയിൽസ് ആർ ദ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഗുഡ്സ് വിറ്റുകൊണ്ടോ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ ഏൺ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ആണ് ഇത് നമ്മുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഇനി സെയിൽസ് നമ്മൾ വിൽക്കുമ്പോൾ എന്താണ്? ക്യാഷ് സെയിലായിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലായിരിക്കാം. എന്താ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ അത് ക്യാഷ് സെയിൽ. ഇനി ക്യാഷിന് വിൽക്കുന്നില്ല, ഭാവിയിൽ അയാൾ തരാമെന്ന് പറഞ്ഞു, ഇപ്പോഴല്ല ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു, അങ്ങനെ നമ്മൾ വിൽക്കാറുണ്ട്. അങ്ങനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ക്യാഷ് സെയിൽസ് ആണ്, ക്രെഡിറ്റ് സെയിൽ എന്ത് തന്നെയാണ്? സെയിൽസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് റവന്യൂസ്. നമ്മൾ പറഞ്ഞു, സെയിൽസിൽ പറഞ്ഞു, റവന്യൂസ് എന്താണെന്ന് പറഞ്ഞു. ഇവിടെ റവന്യൂസ് ഇത്രയേ ഉള്ളൂ. ദ എമൗണ്ട് ഓഫ് ബിസിനസ് ഏൺഡ് ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് കാൾഡ് റവന്യൂ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുഡ്സ് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ. അതായത് നമ്മൾ പറഞ്ഞു സെയിൽസ് എന്ന് പറഞ്ഞ റവന്യൂ ഐറ്റം ആണെന്ന് പറഞ്ഞു. അതായത് ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട്, അതിലൊരു പാർട്ട് മാത്രമാണ് ഇത് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ട്, സാധനം വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ട് വിളിക്കുന്ന പേരാണ് എന്ത്? റവന്യൂ. ഇനി റവന്യൂ ഈസ് ആൾസോ കാൾഡ് ഇൻകം. നമ്മുടെ ഇൻകം റവന്യൂ ഏകദേശം എന്താണ്? ഒരേ മീനിങ് ആണ്. റവന്യൂ ഈസ് ആൾസോ കാൾഡ് ഇൻകം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ സാധനം ഞാൻ വിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അത് സെയിൽസ് ആണ്. എനിക്ക് ഇൻകം കിട്ടുന്നത് റവന്യൂ ആണ്. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്നു, ആ മാസം എനിക്ക് റെൻറ്റ് കിട്ടും, റെൻറ്റ് റിസീവ്ഡ്, എൻ്റെ ഒരു എന്താണ്? റവന്യൂ ആണ്. ഇപ്പോൾ ഞാനൊരു സർവീസ് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നു, അയാൾ എനിക്ക് കമ്മീഷൻ തരുന്നു, ആ കമ്മീഷൻ നമ്മുടെ എന്താണ്? റവന്യൂ ആണ്. കമ്മീഷൻ നമ്മുടെ എന്താണ്? റവന്യൂ ആണ്. ഒരിക്കലും അതിനെ സെയിൽസ് എന്നല്ല പറയണത്, ഇറ്റ് ഇസ് എ റവന്യൂ, ഒരു ഇൻകം ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പാർട്ടാണ്, റവന്യൂയുടെ ഒരു പാർട്ട് മാത്രമാണ് ഇത് സെയിൽസ്. റവന്യൂ എന്നൊരു ഹോൾ ഹെഡിനകത്ത് വരുന്നൊരു പാർട്ടാണ് ഇത് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം റവന്യൂ ഈസ് ആൾസോ കാൾഡ് ഇൻകം. റവന്യൂവിന് എന്ത് വിളിക്കും നമ്മൾ? ഇൻകം എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് എക്സ്പെൻസസ്. എന്താണ് എക്സ്പെൻസ്? നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കും. ഒന്ന് എക്സ്പെൻസസ്, മറ്റൊന്ന് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ഞാൻ റെൻറ്റ് കൊടുക്കുന്നു. ഇഫ് പെയ്ഡ് റെൻറ്റ് ₹1000, പെയ്ഡ് റെൻറ്റ് ₹1000. വേറൊരു ട്രാൻസാക്ഷൻ ആണ് പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹10,000. നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്നു ₹1000, മെഷീനറി പർച്ചേസ് ചെയ്യുന്നു ₹10,000. ഇതിൽ ഏതാണ് എക്സ്പെൻസ്, ഏതാണ് എക്സ്പെൻഡിച്ചർ എന്ന് ആലോചിച്ച് നോക്കിയേ. എക്സ്പെൻസ് ഏതാണ്, എക്സ്പെൻഡിച്ചർ ഏതാണ്? ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. എക്സ്പെൻസ് എന്ന് പറയുന്നത് റെപ്പറ്ററ്റീവ് ആണ്.
അല്ലെങ്കിൽ റെക്കറിങ് ആണ്. അതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്നതാണ്, ചിലവാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ മാസം കൊടുക്കണം, അടുത്ത മാസം കൊടുക്കണം, അതിൻ്റെ അപ്പുറം കൊടുക്കണം. ഇനി പറഞ്ഞേ, റെൻറ്റ് പേ ചെയ്തു, മെഷീനറി പർച്ചേസ് ചെയ്തു, ഇതിലേതാണ് എക്സ്പെൻസ്? ആലോചിച്ച് നോക്കിയേ, ഏതാണ് എക്സ്പെൻസ്? അത് തന്നെ, ഏതാണ്? റെൻറ്റ് പേ ചെയ്തു. അപ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഈ മാസം റെൻറ്റ് പേ ചെയ്യണം, അടുത്ത മാസം റെൻറ്റ് പേ ചെയ്യണം, അതിനടുത്ത മാസം റെൻറ്റ് പേ ചെയ്യണം. റെൻറ്റ് ഇങ്ങനെ പേ ചെയ്തുകൊണ്ടേയിരിക്കണം, മാസം മാസം റെൻറ്റ് പേ ചെയ്തുകൊണ്ടേ, റെപ്പറ്ററ്റീവ് ആണ്, റെക്കറിങ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ഏൺ ചെയ്യാനായിട്ട് നമ്മൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പെൻസ്. എക്സ്പെൻസിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ചിലവുകൾ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഇൻക്യൂർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസസ്. നമ്മൾ ബിസിനസ്സിൽ എന്ത് ഏൺ ചെയ്യാൻ, എന്ത് സമ്പാദിക്കാൻ? റവന്യൂ സമ്പാദിക്കാനായിട്ട്. റവന്യൂ പറഞ്ഞു, ഇൻകം എന്ന് പറഞ്ഞു. ഇൻകം കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചിലവാക്കിയോ അതിനെല്ലാം വി ക്യാൻ കോൾഡ് ആസ് എക്സ്പെൻസസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദീസ് ആർ റെക്കറിങ് ഇൻ നേച്ചർ. ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. റെക്കറിങ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഐറ്റത്തിൻ്റെ മാക്സിമം വാലിഡിറ്റി 1 ഇയർ ആണ്. ഇപ്പോൾ റെൻറ്റ് കൊടുക്കുന്നു, റെൻറ്റ് കൊടുക്കുക, ഈ മാസം കൊടുക്കണം, അടുത്ത മാസം കൊടുക്കണം, അടുത്ത മാസം അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. സാലറി കൊടുക്കുക, ഓരോ മാസം നമ്മൾ എന്തെങ്കിലും കൊടുക്കണം, കമ്മീഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കും കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് മാക്സിമം 1 ഇയറിൽ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ വേജ് കൊടുക്കുക, റെൻറ്റ് പെയ്ഡ്, വേജ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, കോസ്റ്റ് ഓഫ് ഹീറ്റർ. അപ്പം ഇതെല്ലാം കോസ്റ്റ് ഓഫ് ഹീറ്റ് നമ്മൾ ചൂടിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പൈസ, ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മൾ റെക്കറിങ് ആണ്, വന്നുകൊണ്ടേയിരിക്കും. എന്താണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിങ് എ ലൈബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിങ് ലൈബിലിറ്റി, ഒന്നുകിൽ നമ്മൾ പൈസ ചിലവാക്കുന്നു അല്ലെങ്കിൽ പുതിയ ലൈബിലിറ്റി വരുത്തി വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സം ബെനിഫിറ്റ്, ഭാവിയിൽ എന്തെങ്കിലും കിട്ടാൻ, ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ്, ഒരു സർവീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയോ നമ്മൾ എന്ത് ചെയ്യുന്നത്? എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ. വ്യക്തമാക്കാം. അതായത് ഞാനിപ്പോൾ ഒരു ലാൻഡ് വാങ്ങിച്ചു, ഈ മാസം 1-ാം തീയതി ലാൻഡ് വാങ്ങിച്ചു. ഈ ലാൻഡ് അടുത്ത മാസം 1-ാം തീയതി വേറൊരു ലാൻഡ് വാങ്ങിക്കൂ? അതോ അടുത്ത മാസം 1-ാം തീയതി വേറൊരു ലാൻഡ് വാങ്ങിക്കൂ? എല്ലാ മാസവും 1-ാം തീയതി ഒരു ലാൻഡ് വാങ്ങിക്കൂ? ഇല്ല. പക്ഷേ റെൻ്റ് എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കൊടുക്കും. പക്ഷേ ലാൻഡ് എല്ലാ മാസവും പോയി എന്ത് ചെയ്യില്ല? പുതിയ ലാൻഡ് വാങ്ങിക്കില്ല. അതായത് ലാൻഡ് ഒറ്റത്തവണ വാങ്ങിക്കുന്നു, അതിൻ്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം നമുക്ക് എന്ത് ചെയ്യും? കിട്ടിക്കൊണ്ടേയിരിക്കും. ലാൻഡ് നശിച്ചു പോകുന്ന ഐറ്റമല്ല. ബിസിനസ് എത്ര നാളുണ്ടോ അത്രയും നാൾ എന്ത് ലാൻഡ് അവിടെ കാണും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. സോ അതിൻ്റെ ബെനിഫിറ്റ്, ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് മോർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിനേക്കാളും കൂടുതലായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇത് നമ്മുടെ എക്സ്പെൻഡിച്ചർ. അപ്പം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ബെനിഫിറ്റ് ഒറ്റ വർഷം മാത്രമേ കാണത്തുള്ളൂ, റെക്കറിങ് ഇൻ നേച്ചർ ആയിരിക്കും. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ അസറ്റ് വാങ്ങിക്കാനോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇത് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ, ഒന്നിൽ കൂടുതൽ വർഷം നമ്മൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് ഉപയോഗിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ്. എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസിനേക്കാളും കൂടുതൽ റവന്യൂ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോഫിറ്റ്. ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ ഇറ്റ്സ് എക്സ്പെൻസസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഈസ് കാൾഡ് പ്രോഫിറ്റ്. അതായത് എൻ്റെ എക്സ്പെൻസ് കുറവും എൻ്റെ ഇൻകം കൂടുതലാണെങ്കിൽ എനിക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾഡ് ആസ് പ്രോഫിറ്റ്. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ, എക്സാമ്പിൾ എൻ്റെ ഇൻകം ഇവിടെ എത്ര ഉണ്ട്? 1000 rupees ഉണ്ട്. എൻ്റെ എക്സ്പെൻസ് എത്രയേ ഉള്ളൂ? 800 ഉള്ളൂ. അതായത് 1000 രൂപ എനിക്ക് ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം. പക്ഷേ ഈ വരുമാനം കിട്ടാനായിട്ട് ഞാൻ ചിലവാക്കിയ എത്രയേ ഉള്ളൂ? ജസ്റ്റ് 800 rupees മാത്രമാണ് ഞാൻ ചിലവാക്കിയത്. അങ്ങനെയെങ്കിൽ 200 rupees എൻ്റെ എന്താണ്? ഇവിടുത്തെ പ്രോഫിറ്റാണ്, പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ലോസ് എന്ന് പറഞ്ഞാൽ? ഗെയിനിലോട്ട് വരാം. എന്താ ലോസ് എന്ന് പറഞ്ഞാൽ? എക്സസ് ഓഫ് എക്സ്പെൻസ്. ഏത് കൂടുതലാണ്? എക്സ്പെൻസ് കൂടുതലാണ് ഏതിനേക്കാളും? നമ്മുടെ റവന്യൂവിനേക്കാളും. റവന്യൂ കുറവും എൻ്റെ എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ അതിനെ വി ക്യാൻ കോൾഡ് ആസ് ലോസ്. ഇവിടെ നോക്കിയ എക്സാമ്പിൾ നോക്കിയേ, എൻ്റെ വരുമാനം എത്രയാണ്? ഇൻകം എത്രയാണ്? 1000. പക്ഷേ അതിനുവേണ്ടി ചിലവാക്കിയ എക്സ്പെൻസ് എത്രയാണ്? 1300. 1000 കിട്ടാനായിട്ട് ഞാൻ 1300 ചിലവാക്കി. അപ്പോൾ ഇവിടെ 300 രൂപേൻ്റെ എന്താണ്? ലോസ് ആണ്, ലോസ്. ഇനി മറ്റൊന്ന് ഗെയിൻ. എന്താണ് ഗെയിൻ? ഗെയിൻ എന്ന് പറയുന്നത് എ പ്രോഫിറ്റ് ദാറ്റ് അറൈസ് ഫ്രം ഇവൻറ്റ് ഓർ
transactions which are incidental to a business such as sales of fixed asset, winning a court case, appreciation the value of asset. അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രോഫിറ്റാണ്. എങ്ങനെയുള്ള പ്രോഫിറ്റാണ്? ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോഴോ ഒരു ട്രാൻസാക്ഷനിലൂടെയോ ബിസിനസ്സിനുണ്ടാകുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗെയിൻ. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ബുക്കിനകത്ത്, എൻ്റെ അക്കൗണ്ട്സ് ഞാൻ എഴുതിയപ്പോൾ എൻ്റെ ബുക്കിനകത്ത് ഒരു മെഷീൻ്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഇതേ മെഷീനെ, ബുക്കിൽ 10,000 രൂപ വിലയുള്ള മെഷീനെ ഞാൻ മാർക്കറ്റിൽ 13,000 രൂപയ്ക്ക് വിൽക്കുന്നു, 13,000 വിൽക്കുന്നു. ശ്രദ്ധിക്കുക, എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിങ്ങിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഈ അസറ്റിന് 10,000 രൂപ വിലയുള്ളൂ. ഇതേ അസറ്റിനെ ഞാൻ ഒരു 13,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ആ 3,000 രൂപ എൻ്റെ ഗെയിനാണ്. ഒരിക്കലും എൻ്റെ പ്രോഫിറ്റ് അല്ല. എന്ത് പറയുന്നത്, ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ല, എൻ്റെ എന്താണ് ഗെയിൻ എന്നാണ് പറയുന്നത്. ഗെയിൻ. ഓക്കെ, ഗെയിൻ. എൻ്റെ എന്ത് വിളിക്കും? ഗെയിൻ എന്ന് വിളിക്കും. അതായത് കണ്ടോ, നമ്മൾ ബിസിനസ് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗെയിൻ, പിന്നെന്താണ് ഏതെങ്കിലും കോർട്ടിലെ കേസ് ജയിക്കുമ്പോൾ അവിടെ കിട്ടുന്ന പൈസ, ഇതെല്ലാം നമ്മൾ എന്തായി ട്രീറ്റ് ചെയ്യണം? ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, എ പ്രോഫിറ്റ് ദാറ്റ് അറൈസ് ഫ്രം ആൻ ഇവൻറ്റ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡൻറ്റൽ ടു ബിസിനസ്. ബിസിനസ്സിന് ഏതെങ്കിലും ഇവൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഇവൻറ്റിലൂടെയോ ഏതെങ്കിലും ട്രാൻസാക്ഷനിലൂടെയോ കിട്ടുന്ന പ്രോഫിറ്റാണ് ഏത്? ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലോസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് ഡിസ്കൗണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് കൂടെ പറഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. എന്താണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് നമ്മൾക്കറിയാം, നമ്മുടെ ഈ ഓണത്തിന്, ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഡിസ്കൗണ്ട്. ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിലൊക്കെ 10% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട്. നമ്മൾ ഡിസ്കൗണ്ടൊക്കെ കാണുമ്പോൾ തന്നെ ഓടിച്ചാടിപ്പോൾ എന്ത് ചെയ്യും? സാധനം വാങ്ങിക്കുന്ന ടീംസാണ് നമ്മൾ. ഓക്കെ, പോട്ടെ. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? സാധനത്തിൻ്റെ വില കുറച്ച് കൊടുക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് ഈസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്. നമ്മൾ സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ വില കുറച്ച് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്കൗണ്ട്. സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ വില കുറച്ച് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഫോർ എക്സാമ്പിൾ എൻ്റെ സ്റ്റുഡൻറ്റ് അരുൺ. ഈ അരുൺ ഒരു ഹോം അപ്ലയൻസിൽ നിൽക്കുകയാണ്. ഹോം അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ടിവിയും ഫ്രിഡ്ജൊക്കെ വിൽക്കുന്ന കടയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ പോയിട്ടൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. അവൻ്റെ കടയിൽ പോയിട്ട് ഫ്രിഡ്ജ് വാങ്ങിച്ചു. എൻ്റെ ബിസിനസ്സിൽ ആവശ്യത്തിലുള്ള ഫ്രിഡ്ജ് വാങ്ങിച്ചത്. ഈ ഫ്രിഡ്ജിൻ്റെ മാർക്കറ്റ് വില അല്ലെങ്കിൽ അതിൻ്റെ MRP എന്നുള്ള 12,000 രൂപയാണ്. ഓക്കെ, ഞാൻ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയി, എൻ്റെ സ്റ്റുഡൻ്റാണ് അരുൺ. അതിൻ്റെ വില 12,000 രൂപയാണ്. അതിൽ കൊത്തി വെച്ചേക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്ന വില 12,000 രൂപ. സാറല്ലേന്ന് വെച്ചിട്ട് എനിക്ക് എത്ര? 10,000 രൂപയ്ക്ക് തന്നു. ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ അരുണിൻ്റെ ഞാനായതുകൊണ്ട് എനിക്ക് 10,000 രൂപയ്ക്ക് തന്നു. ഇറ്റ് ഈസ് കാൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ, ഒരു സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് വാക്ക് തന്നെ ട്രേഡ് ഡിസ്കൗണ്ട്. സാധനം വിൽക്കുമ്പോൾ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി മറ്റൊരു ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് അരുൺ എന്നോട് പറയും, സാർ 13,000 രൂപയാണ് വില, സാറിന് ഞാൻ 13,000 രൂപയ്ക്ക് തരും. എന്നിട്ട് ഒരു മാസത്തിനകത്ത് സാർ ഈ പൈസ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ, എനിക്ക് ഈ പൈസ തരുവാണെങ്കിൽ സാറ് 10 തന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഒരു സാധനം ഞാൻ കടത്തിന് വിറ്റു, കടത്തിന് വിൽക്കുമ്പോൾ അതിൻ്റെ ഫുൾ വാല്യൂവിൽ വിൽക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ 13,000 രൂപയ്ക്ക് 13,000 റുപ്പീസിന് ഒരു ഫ്രിഡ്ജ് ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ആ 13,000 രൂപയ്ക്ക് ഞാൻ വിൽക്കും. എന്നിട്ടൊരു കണ്ടീഷൻ കൊടുക്കും, ഒരു മാസത്തിനകത്ത് ഈ പൈസ അടയ്ക്കുകയാണെങ്കിൽ 10,000 റുപ്പീസ് 10,000 തന്നാൽ മതി. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, നമ്മുടെ എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. നമ്മുടെ കസ്റ്റമേഴ്സ് സ്പീഡിന് അവർ കിട്ടുന്ന കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഈ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ഫോളോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് ഓഫറിംഗ് ഡിഡക്ഷൻ ഓഫ് എഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് ലിസ്റ്റ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ് ഈസ് വൺ ഓഫ് ദ വേ ഓഫ് ഗിവിങ് ഡിസ്കൗണ്ട്. സച്ച് ഡിസ്കൗണ്ട് ഈസ് കാൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അതായത് സാധനം വിൽക്കുമ്പോൾ തന്നെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. അതിൻ്റെ ലിസ്റ്റ് പ്രൈസിൽ നിന്ന്, അതിൽ എത്രയാണോ പ്രൈസ് വിൽക്കാൻ വെച്ചേക്കുന്നത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ എന്താ ക്യാഷ് ഡിസ്കൗണ്ട്? ഇവിടെ വിൽക്കുമ്പോഴല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, ക്യാഷ് പേ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. ശ്രദ്ധിക്കുക, ദിസ് ഡിഡക്ഷൻ ഈസ് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓൺ ദ എമൗണ്ട് പേയബിൾ. നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ ആ സമയത്ത് ഒരു എമൗണ്ട് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് കാൾഡ് ക്യാഷ്
ഡിസ്കൗണ്ട്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് ആക്ട് ആസ് ആൻ ഇൻസെൻറ്റീവ് ദാറ്റ് എൻകറേജസ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ബൈ ദ ഡെപ്റ്റർ. നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെപ്റ്റ്. അപ്പോൾ അയാൾ എന്തുകൊണ്ട് നമുക്ക് ഇത് തരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്പീഡിന് എമൗണ്ട് തരണം? എന്തുകൊണ്ട്? നമ്മൾ അയാൾ സ്പീഡിന് എത്രയും പെട്ടെന്ന് എമൗണ്ട് കടം തരുവാണെങ്കിൽ നമ്മൾ അയാൾ കുറച്ച് കൊടുക്കും, ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെ കുറച്ച് കൊടുക്കുന്ന വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ 2 ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടും മറ്റൊന്ന് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്നൂടെ പറയാം. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കണം. ഇറ്റ് ഈസ് കാൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം ക്യാഷ് പേ ചെയ്യുമ്പോൾ, പേയ്മെൻറ്റ് ഭാവിയിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ സമയത്തൊരു ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മളിന്ന് സെയിൽസ് പഠിച്ചു. നമ്മളിന്ന് പഠിച്ചത് സെയിൽസ് പഠിച്ചു, റവന്യൂസ് പഠിച്ചു, എക്സ്പെൻസ് പഠിച്ചു, എക്സ്പെൻഡിച്ചർ. ശ്രദ്ധിക്കുക, എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും. എക്സ്പെൻസ് റെക്കറിങ് ആണ്, ഇങ്ങനെ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് വാങ്ങിക്കുന്ന ഒരു എന്താണ്, നമ്മുടെ ഒരു അസറ്റ് വാങ്ങിക്കുന്ന എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ ആയിരിക്കും. പിന്നെ പ്രോഫിറ്റ് പഠിച്ചു, ഗെയിൻ പഠിച്ചു, ലോസ് പഠിച്ചു, ഡിസ്കൗണ്ട് പഠിച്ചു. ഡിസ്കൗണ്ട് 2 ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ. നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.